വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നതിന് ശേഷം എണീച്ചിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് മൈ ഡേ മൈ ലൈഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ എണീക്കുമ്പോൾ നല്ല മഴയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇതാ മഴയൊക്കെ നോക്കി കണ്ട് കുറച്ചൊന്ന് കണ്ടതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറി. വേഗം തന്നെ അകത്ത് കയറി ഇതിലൂടെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഷോർട്ടായിട്ട്. അപ്പോൾ വേഗം തന്നെ അടുക്കളയ്ക്ക് ചെന്നു. അപ്പോൾ തലേന്നത്തെ രാത്രി പുതിർത്തി വെച്ച പച്ചരിയാണിത് ദോശ ചുടാൻ വേണ്ടിയിട്ട്. ഇന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരിയൊക്കെ കഴുകി മിക്സിയുടെ ജാറിലിട്ട് പിന്നെ ആവശ്യത്തിന് ചോറും കൂടി ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന് മാക്സിമം അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണക്കാണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡേ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പോരായ്മകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് പോരായ്മകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ദോശ ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വിണ്ട് കയറുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ നല്ല അടിപൊളി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെ മോള് മദ്രസ വിട്ടിട്ട് വന്നിട്ടുണ്ട്. അവൾ വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഊതിയിട്ടാണ് വരിക, ഫുള്ളെല്ലാം ഊരിച്ചാടിയിട്ടാണ് വരിക. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് അവിടെ ഞാൻ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് അടക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ചാടി നടക്കും. അപ്പോൾ ഇടയിൽ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇപ്പോൾ അവൾക്ക് അറിയാം അങ്ങനെ കൂട്ടൂല, ഇടയ്ക്ക് ഒരു ഇറ്റ് മാത്രമേ കൂട്ടൂ. അപ്പോൾ ഞാൻ പൊരിച്ച മീനുണ്ടായിരുന്നു അത് കൊടുത്തു. പിന്നെ ചായയും കുടിക്കൂല, ഹോർലിക്സും കുടിക്കൂല. അപ്പോൾ അവൾക്ക് പാലും വെള്ളം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം പാലും വെള്ളം ചായപ്പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ ആക്കി കൊടുത്തു. പിന്നെ ബാക്കിയുള്ളതിൽ മോനിക്കും എനിക്കും വേണ്ടിയിട്ട് ചായപ്പൊടി ഇട്ടു. പിന്നെ അവളുടെ പാലും വെള്ളം ഞാൻ നല്ലോണം ചൂടെല്ലാം തണുപ്പിച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ദോശ ഇങ്ങനെ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ഇതിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓളോട് ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും മോനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മോന് വീഡിയോയിൽ വരില്ല, മോന് എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുക്കാത്തട്ടാ. പിന്നെ അങ്ങനെ കൈയൊക്കെ കഴുകി ഞാൻ പാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കലാണ്. അപ്പോൾ ഇങ്ങനെ വേഗം തന്നെ സ്പീഡാക്കിയിട്ട് വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി അന്നേരമുള്ള പാത്രം അപ്പോൾ തന്നെ കഴുകി വെച്ചാൽ കുറേ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യം ഓരോ പണി ചെയ്യുന്നിടത്തോടുള്ള പാത്രം അന്നേരം കഴുകി വെക്കും. അങ്ങനെ എല്ലാ പാത്രങ്ങളും ഇതുപോലെ കഴുകി വെക്കുകയാണ്. കുറേ ആകുമ്പോൾ നമുക്ക് കഴുകി വെക്കാൻ ഭയങ്കര മടിയാകും. ഇപ്പോഴുള്ള പാത്രം അന്നേരം കഴുകി വെച്ചാൽ എന്താ പറയുക, നമുക്ക് വേഗം തന്നെ പണി ഒരുങ്ങും. ഇതൊക്കെ കഴുകി വെച്ച ഓരോ പാത്രങ്ങളും ഇനി എല്ലാം അതാത് സ്ഥാനത്ത് എടുത്തു വെക്കലാണ് ഇനി അടുത്ത പണി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, എല്ലാം എടുത്തു വെക്കുന്ന പരിപാടിയിലാണ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇനി അടുത്തത് ഇതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പോക്കാണ്. അപ്പോൾ ഇതിന് ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ. അപ്പോൾ അലങ്കോലമായി ആ അലങ്കോലങ്ങളൊക്കെ പോയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ അടിച്ചു വാരലാണ്. അതൊക്കെ ഇങ്ങനെ കാട്ടം അങ്ങനെ കൂടുതലില്ലെങ്കിലും ദിവസവും ഡെയിലി അടിച്ചു വാരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദിവസം ഇങ്ങനെ എല്ലാ സോഫയും എല്ലാ തുണികളൊക്കെ എല്ലാം മക്കൾ വന്നിട്ട് എല്ലാം വാരിക്കൂട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടിടും. അതൊക്കെ ഒന്ന് വൃത്തിയായി ക്ലീനൊക്കെ ചെയ്താലും പിന്നെയും അത് വലിച്ചിടൽ തന്നെയാണ് അവരെ പണി. അപ്പോൾ അവരെ ബാക്കിൽ ഇങ്ങനെ നടക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എല്ലാം ഇങ്ങനെ അടിച്ചു വാരി അടിയും പുറവും പിന്നെ വണ്ണാമ്പലിയെല്ലാം ഉണ്ടാവുമല്ലോ,
മാറാല. നിങ്ങളുടെ നാട്ടിൽ എന്താ മാറാല? ഓരോരാൾ ഓരോ നാട്ടിൽ ഓരോരോ വർത്താനല്ലേ. അപ്പോൾ നമുക്ക് വണ്ണാമ്പലം എന്നറിയാം നമ്മളിവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറൊക്കെ തുറന്ന് പൊടികളും ഒക്കെ ഒന്ന് അടിച്ച് വാരി എല്ലാം തന്നെ ഒന്ന് ഇതുപോലെ അടിച്ചെടുത്ത് എല്ലാം ഒന്ന് വെറുതെ ഒന്ന് മാച്ചിലിടണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഓരോന്നോരോന്നായി ഇങ്ങനെ കൂട്ടും. അപ്പോൾ അതിനിടയിൽ ബാത്റൂം ഒന്ന് നോക്കും. പെട്ടെന്ന് ആരെങ്കിലും വന്ന് കയറിയാലും വിചാരിച്ചിട്ട് ബാത്റൂമും എല്ലാം ഒന്ന് നോക്കും, ഒന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ആണോ എന്ന്. അപ്പോൾ ഇതാ ബേസ് ഇവിടെ പിന്നെ കുട്ടികൾ കയറിയിട്ട് ഇങ്ങനെ മോശമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി അതിനിടയിൽ തന്നെ പിന്നെ സഹറിൻ്റെ ഫ്രണ്ടാണ് ഐഷു. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് ഐഷു. അവളുടെ കൂടെ കളിക്കാൻ വന്നതാണ്. അവളും ഇന്ന് ഇവിടെയുണ്ട്, ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ റൂമും അങ്ങനെ ഓരോരോ റൂമും ഇങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെ വരുത്താണ്. അപ്പോൾ മേലെയും എല്ലാം ഒന്ന് അടിച്ചു വാരി അങ്ങനെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ്. തുടക്കലൊക്കെ 2-3 ദിവസം കൂടുമ്പോൾ തുടക്കും. അപ്പോൾ ഇന്നലെ തുടച്ചതുകൊണ്ട് ഇന്ന് ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ പണി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബാത്റൂം ഒന്ന് നോക്കട്ടെ. അത് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, ആരും കയറാറൊന്നുമില്ല. ഹസ്ബൻഡ് വന്നാൽ മാത്രമേ കയറൂ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി ലാസ്റ്റ് ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇനി പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പാണ് ഇന്നത്തെ കറി. പരിപ്പ് ഉരുളക്കിഴങ്ങ് അതൊക്കെ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം 3-4 തവണ കഴുകിയിട്ടുണ്ട് കേട്ടോ പരിപ്പ്. ആ പരിപ്പ് 3-4 തവണ കഴുകിയതിന് ശേഷം നല്ലോണം തന്നെ കഴുകണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ചെറിയൊരു കഷ്ണം ഉള്ളി, പിന്നെ ഒരു തക്കാളി, പച്ചമുളക് 2-3 എണ്ണം ചെറുതായിരുന്നത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത് 2-3 എണ്ണം, പിന്നെ കറിവേപ്പിലയും കൂടി
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഡേ മൈ ലൈഫ് എന്ന് പറയാൻ വേണമെങ്കിൽ, അപ്പോൾ ഞാൻ കുട്ടീനെ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അവൾ കഴിക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്തായാലും വ്ളോഗ് എടുക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ടേ വിടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഓളെയും ഞാൻ അവിടെ ഇരുത്തി ഫുഡ് കഴിപ്പിച്ചു. കുട്ടികളെ കാര്യമല്ലേ, അവർ ഇത്രയല്ലേ കഴിക്കൂ. അവർ പറഞ്ഞു അങ്ങനെ എന്താ പറയണ്ടേ, കഴിപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ ഇന്നത്തെ ഫുഡ് ഇത്ര വരെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വ്ളോഗ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അങ്ങനെ ഇന്നത്തെ ലഞ്ചൊക്കെ കഴിച്ച് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഞാനും കഴിച്ചു കേട്ടോ. ഞാനും കുട്ടികളുടെ കൂടെ കഴിച്ചു. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു. അവർ ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കഴിപ്പിക്കലാണ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ ഭയങ്കര പിന്നോക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര പിന്നോക്കമാണ്. അപ്പോൾ കൂടെ തന്നെ ഞാനും പറഞ്ഞു ഞാനും ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരോട് ഞാനും ഇരുന്ന് കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊന്നും അറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വ്ളോഗിനായിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.